പലപ്പോഴും നമ്മൾ PLC പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ടൈമിംഗ് ഓപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് ഒരു വാൽവ് അടയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒരു ഓപ്പറേഷൻ നടത്തണം എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമുക്ക് ടൈമർ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ PLCക്കകത്ത് പലതരത്തിലുള്ള ടൈമർ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ആപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ടൈമർ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം എഴുതുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ വലതുവശത്ത് ഇവിടെ കാണുന്ന ടൈമറിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കൗണ്ടറുകളും ടൈമറുകളും അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അവിടെ CPU, CTUD എന്നൊക്കെ കാണുന്നത് കൗണ്ടറാണ്. CPU എന്ന് പറഞ്ഞാൽ കൗണ്ടർ അപ്പ്, CTUD എന്ന് പറഞ്ഞാൽ കൗണ്ടർ അപ്പ് ഡൗൺ ആണ്. പിന്നെ TON, TOFF എന്ന് പറയുന്നത് ടൈമർ ഓണും അതുപോലെ തന്നെ ടൈമർ ഓഫ് ഡിലേ. TOFF എന്ന് പറഞ്ഞാൽ ടൈമർ ഓഫ് ഡിലേ, TON എന്ന് പറഞ്ഞാൽ ടൈമർ ഓൺ ഡിലേ. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിനകത്ത് TP എന്ന് പറയുന്ന ഒരു ടൈമർ, പൾസ് ടൈമറും RTO, റിട്ടൻറ്റീവ് ടൈമർ ഓൺ എന്ന് പറയുന്ന ഒരു ടൈമറും കൂടി ഉണ്ട്. ഈ ടൈമറുകൾ ഓരോ PLC സോഫ്റ്റ്വെയറിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ TON അതുപോലെ തന്നെ TOFF എന്ന് പറയുന്ന രണ്ട് ടൈമറുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ TON എന്ന് പറയുന്ന ടൈമർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ TON എന്ന് പറയുന്ന ടൈമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമറിൻ്റെ പേരും അതിൻ്റെ പ്രീസെറ്റ് വാല്യൂ നമ്മൾ കൊടുക്കണം. പ്രീസെറ്റ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര സമയമാണ് വേണ്ടതെന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പേര്. സാധാരണ അൺറാഡ്ലി PLCകളിലൊക്കെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നത് T4:0 എന്ന് പറയുന്ന അഡ്രസ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 4 എന്നാണ് കൊടുക്കുന്നത്. ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് 0 മുതലൊക്കെ ഉപയോഗിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അൺറാഡ്ലി PLCയിലൊക്കെ T4 മുതലാണ് ടൈമറിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇനി നമുക്ക് കൊടുക്കേണ്ടത് എത്ര സമയം ആണ് ഈ ടൈമർ ഉപയോഗിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 സെക്കൻഡ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമറിൻ്റെ സിമ്പൽ അവിടെ കാണാം സ്ക്രീനിൽ. ടൈമറിൻ്റെ സിമ്പലാണ്. അപ്പോൾ അതിനകത്ത് T4 എന്നാണ് ടൈമറിൻ്റെ പേര്. അതുപോലെ ടൈമർ ബേസ് എന്ന് പറഞ്ഞാൽ എത്ര സമയം കൂടുമ്പോഴാണ് ടൈമർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അത് 1 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ് ഒരു ടൈം ഇൻ്റർവൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കാം. പിന്നെ പ്രീസെറ്റ് വാല്യൂ എന്ന് പറയുന്ന അവിടെ 5 ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് വേണ്ട സമയം 5 സെക്കൻഡാണ്. പിന്നെ അതിൻ്റെ അടിയിൽ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കാണാം. അത് ടൈമർ ഓഫ് ആയിരിക്കുമ്പോൾ 0 ആയിരിക്കും. ടൈമർ ഓണായി തുടങ്ങിയാൽ അതിൻ്റെ വാല്യൂ ഓരോ സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ആ അക്യുമുലേറ്റർ വാല്യൂ പ്രീസെറ്റ് വാല്യൂവിൻ്റെ അത്രയും എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയും ചെയ്യും, സ്റ്റോപ്പ് ആവുകയും ചെയ്യും അക്യുമുലേറ്ററിൻ്റെ വാല്യൂ. ഈ ടൈമറിനെ ഓണാക്കാൻ ഞാനിവിടെ ഒരു നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ എക്സാമിനിഫ് ക്ലോസ്ഡ് കോണ്ടാക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് I00 എന്നുള്ളതാണ് ഞാനവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനവിടെ ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടൈമറിന് നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു ഔട്ട്പുട്ട് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് അടിയിൽ ഒരു ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഔട്ട്പുട്ടിന് ഞാൻ 00 എന്നാണ് അഡ്രസ്സ് കൊടുക്കുന്നത്. ഈ ടൈമറിന് നമുക്ക് 3 ബിറ്റുകളുണ്ട് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഫയലിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള ആ സെഷനിൽ അവിടെ T എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. T എന്ന് വെച്ചാൽ ടൈമർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേർഡിൻ്റെ അവിടെ നമ്മളെ ടൈമറിൻ്റെ പേര് 4 എന്നാണ്, T4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ വേർഡിൻ്റെ അവിടെ 4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബിറ്റിൻ്റെ അവിടെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ബേസ് ആണ്, ടൈമർ ബേസ്. പിന്നെ ഡൺ, TT, എനേബിൾ, ഇങ്ങനെയുള്ള 3 ഓപ്ഷൻസ് കാണാം. ഞാനിവിടെ ആദ്യം എനേബിൾ കൊടുക്കാം. നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ഇവിടെ എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
പിന്നെ അടുത്ത ലൈനിൽ നമുക്ക് വീണ്ടും വേറൊരു ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 0 1 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നമുക്ക് ഇവിടെ T4 TT എന്നുള്ളത് കൊടുക്കാം. T4 TT എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലൈനിൽ നമുക്ക് വീണ്ടും വേറൊരു ഔട്ട്പുട്ട് ഉപയോഗിക്കാം. അതിന് 02 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ ഇൻപുട്ട് T4 ഡൺ എന്ന് പറയുന്ന ബിറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഞാനവിടെ 3 ഔട്ട്പുട്ട്സ് കൊടുത്തിട്ടുണ്ട്. 3 ടൈമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്പുട്ടുകളാണ്. ടൈമറിൻ്റെ എനേബിൾ, രണ്ടാമത്തെ ഔട്ട്പുട്ട് TT, മൂന്നാമത്തെ ഔട്ട്പുട്ട് ഡൺ. ഇങ്ങനെ 3 ഔട്ട്പുട്ടുകളാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലേ ബട്ടൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ള ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യാണ്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് എനേബിൾ അതുപോലെ TT എന്നുള്ള ബിറ്റ് രണ്ടും ഓണായിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കഴിഞ്ഞാൽ TT എന്ന് പറയുന്ന ബിറ്റ് ഓഫ് ആവുകയും ഡൺ എന്ന് പറയുന്ന ബിറ്റ് ഓൺ ആവുന്നതായിട്ടും കാണാം. ഇവിടെ അക്യുമുലേറ്ററിന് വാല്യൂ ഇപ്പോൾ 5 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻപുട്ട് ഈ ടൈമറിന് മുന്നേ കൊടുത്തിട്ടുള്ള ഇൻപുട്ടുകളുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ഓൺ കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ എനേബിൾ ബിറ്റ് ഓൺ ആവും. കണ്ടോ, ഇവിടെ ഇൻപുട്ട് ഓൺ ആണെങ്കിൽ നമ്മളുടെ എനേബിൾ ബിറ്റ് ഓൺ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇത് കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാലാണ് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ അവിടെ ഞാനിപ്പോൾ ഓഫ് ആക്കിയിട്ടുണ്ട്. ഓൺ ആയി കഴിഞ്ഞാൽ 0 മുതൽ 5 വരെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ആ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ TT എന്ന് പറയുന്ന ബിറ്റ്, T4 TT എന്ന് പറയുന്ന ബിറ്റ്, അതായത് രണ്ടാമത്തെ ഔട്ട്പുട്ട്, അത് ഹൈ ആയിട്ടിരിക്കുന്നത് കാണാം. ഇനി ഡൺ ബിറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, 5 സെക്കൻഡ് കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. അതുവരെ അത് 0 ആയിരിക്കും. അതായത് നമ്മൾ എത്ര സമയമാണോ കൊടുത്തിരിക്കുന്നത് ആ സമയം കഴിഞ്ഞാലാണ് ആ ബിറ്റ് 1 ആവുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 ബിറ്റുകളുടെ പ്രവർത്തനം. എനേബിൾ ബിറ്റ് നമ്മുടെ ടൈമറിൻ്റെ മുന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എനേബിൾ ബിറ്റ് 1 ആവും. TT എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈമർ ഓണായി എത്ര സമയം വരെയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, 5 സെക്കൻഡ് ആണെങ്കിൽ 5 സെക്കൻഡ് നേരത്തേക്ക് TT എന്ന് പറയുന്ന ബിറ്റ് ഓൺ ആവും. അത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഡൺ ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 5 സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 5 സെക്കൻഡിന് ശേഷം ആ ഡൺ ബിറ്റ് 1 ആവുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ടൈമർ T-ON എന്ന് പറയുന്ന ടൈമർ പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് മാറ്റിയിട്ട് T-OFF എന്ന് പറയുന്ന ടൈമർ വെച്ച് നോക്കാം. ഞാനിവിടെ T-OFF എന്ന് പറയുന്ന ടൈമർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ് കൊടുക്കാം അതിൻ്റെ പ്രീസെറ്റ് വാല്യൂ. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇൻപുട്ട് ഓഫ് ചെയ്തപ്പോൾ എല്ലാം ഇപ്പോൾ ഓഫായി നിൽക്കുന്നതായിട്ട് കാണാം. ഇനിയിപ്പോൾ ഇൻപുട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ എനേബിൾ ബിറ്റും ഡൺ ബിറ്റും ഓൺ ആവുന്നതായിട്ട് കാണാം. പക്ഷേ നമ്മളുടെ ടൈമർ ഇൻക്രിമെൻ്റ് ആവുന്നില്ല.
ഇനി ടൈമർ എപ്പോഴാണ് ഇൻക്രിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാലാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഓണായിട്ട് പിന്നെ ഓഫ് ആവുന്ന സമയത്താണ് ഇവിടെ ടൈമർ ഇൻക്രിമെൻ്റ് ആവുന്നത്. ടൈമർ റൺ ചെയ്യുന്ന സമയത്ത് TT ഓൺ ആയിരിക്കുന്നതായിട്ട് കാണാം. ടൈമർ കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ എനേബിൾ ബിറ്റ് അവിടെ 1 ആവുന്നതായിട്ട് കാണാം. ഡൺ ബിറ്റ് അവിടെ ഓൺ ആയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഡൺ ബിറ്റ് ഓഫ് ആയിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ടി ഓണും ടി ഓഫും തമ്മിൽ വർക്കിങ്ങിൽ അല്പം വ്യത്യാസമുണ്ട്. നിങ്ങൾ അത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വർക്കിംഗ് മനസ്സിലാവും.